ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഫ്രോക്കിൻ്റെ ബാക്കിൽ സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. പല മെത്തേഡും ഉണ്ട് സിബ് അറ്റാച്ച് ചെയ്യാൻ. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഇവിടെ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. ഇത് ലൈനിങ് ആയിട്ട് നമുക്ക് നല്ല വശം ചേർത്ത് നമുക്കത് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നിക്കും കൈക്കുഴിയാണ് ഞാൻ ഇവിടെ അടിക്കാൻ പോകുന്നത്. ഇവിടെ നെക്ക് ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്കിതിൻ്റെ മിഡിലായിട്ട് ഇതുപോലൊരു ലൈൻ നമുക്ക് വരച്ചു കൊടുക്കണം. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെയും ഒരു ലൈൻ വരയ്ക്കുക. ഈ ഒരു ലൈനിലായിരിക്കും നമ്മൾ അടിച്ചു പോകേണ്ടത്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഈ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ 2 ലൈനിൽ കൂടെ നമ്മൾ അടിച്ചു പോകും. ഇവിടെ ഞാൻ ഈ 2 സൈഡും അടിച്ചിട്ടുണ്ട്. ഇനി അതിന് മിഡിലായിട്ടുള്ളൊരു ഭാഗത്ത് നമുക്കത് വെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അറ്റം വരെ ഇതുപോലെ വെട്ടിയ ശേഷം നമുക്ക് ഈ തുണീനെ നല്ല വശത്തേക്ക് ഇങ്ങനെ മറിച്ചിടാം. ഇവിടെ ഇപ്പോൾ ഞാൻ തുണീനെ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നല്ല വശത്തായിട്ട് നമ്മൾ ഈ സിബ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സിബിൻ്റെ ചീത്ത വശം ഇതുപോലെ വയ്ക്കുകയാണ് ഒരു സൈഡിൽ. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അരികത്ത് കൂടെ നമുക്ക് അടിച്ചു പോകാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡും അടിച്ചു പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ സിബിൻ്റെ ഭാഗം ഇതുപോലെ നിങ്ങൾ മറിച്ചിട്ടിട്ട് ഇതിൻ്റെ ഈ അരികത്ത് കൂടെ തയ്ച്ചു പോവുക. അപ്പോൾ നമ്മൾ സിബ് ഫൂട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചടിക്കുകയാണെങ്കിൽ നല്ല നീറ്റിൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ വെച്ചിട്ട് വേണം തയ്ക്കേണ്ടത്. ഇവിടെ ഇപ്പം ഞാൻ ഈ ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സിബിന് ഇതുപോലെ ഉള്ളിലേക്ക് തിരിച്ചിടുകയാണ്. ഈ സിബ് ഇടുന്ന ഭാഗത്തേക്കാണ് ഞാനിപ്പോൾ തിരിച്ചിടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സിബിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ കാണില്ല. നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ കിട്ടും. ഇനി ഈ സിബിൻ്റെ ഈ ഒരു ഭാഗം അതുപോലെ തന്നെ തിരിച്ച് തുണിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആ ഒരു സൈഡും കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇതുപോലെയാണ് ആ ഒരു വിസിബിൾ സിബ് ഇരിക്കുന്നത്.